ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ. അപ്പം നമുക്കറിയാം, റെയിൽവേ എക്സാംസ് എടുത്താലും അല്ലെങ്കിൽ SSC എക്സാംസ് എടുത്താലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ NTPC എക്സാമിന് അഗെയിൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല, അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് നോക്കിയാലോ. റൈറ്റ്. സോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വളരെ ക്ലിയർ ആണ്. അതിൽ തന്നെ ഉണ്ടല്ലേ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ ഓപ്പറേഷൻസ് ആണുള്ളത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അല്ലെ, പിന്നെ സ്ക്വയർ, ക്യൂബ്, ഇതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും, എക്സ്പ്രഷൻസ് ആയിരിക്കും നമുക്ക് ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു എക്സ്പ്രഷൻ തരുമ്പോൾ, അതായത് കുറേ നമ്പറും ഈ പറയുന്ന സിമ്പിളുകളൊക്കെ തരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഓർഡർ നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ഏത് ഓപ്പറേഷൻ ആദ്യം ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് നമുക്കുണ്ട്. അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ബോഡ്മാസ് റൂൾ എന്നാണ് പറയുക. അപ്പോൾ ബോഡ്മാസ് റൂൾ പ്രകാരമാണ് നമ്മൾ ഈ പറയുന്ന എക്സാമുകളിലെല്ലാം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബോഡ്മാസ്? നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ബോഡ്മാസ് എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ എക്സ്പ്രഷനിൽ ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളെ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പവർ, സ്ക്വയർ, ക്യൂബ്, ആ തരത്തിലുള്ള ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ ഓർഡറിന്റെ അണ്ടറിൽ കൊടുക്കാൻ പറ്റും. സോ ബ്രാക്കറ്റ്സ്, അത് കഴിഞ്ഞാൽ ഓർഡർ ആണ്. പിന്നീട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡിവിഷൻ ആണ്. അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞാൽ അഡീഷൻ, അത് കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് വരുന്നത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആണ്. കാരണം അവിടെയാണ് നമുക്ക് ഈ പറയുന്ന കൺഫ്യൂഷൻസ് ഉണ്ടാവുക. ബാക്കിയെല്ലാം വളരെ ക്ലിയർ ആണ് അല്ലേ. ബ്രാക്കറ്റിനകത്തുള്ളത് നമ്മൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സ്ക്വയറും ക്യൂബും ചെയ്താൽ മാത്രമാണ് പിന്നീട് ആ നമ്പറിനെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കൺഫ്യൂസിങ് ആയിട്ട്, അല്ലെങ്കിൽ ചില കുട്ടികളെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ട് ഉള്ളത് ഈ പറയുന്ന ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ നമ്പറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് സിമ്പിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രയോറിറ്റി നോക്കിയിട്ട് വേണം ഏത് സിമ്പിൾ അല്ലെങ്കിൽ ഏത് ഓപ്പറേഷൻ ആ നമ്പറിന് ആദ്യം കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ഓപ്പറേഷനാണ് ആ നമ്പർ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. അപ്പൊ അതിന് ചെറിയൊരു ഇമേജ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കുക. 8 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. 8 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. 8ന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കറിയാം ഡിവിഷനും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ പ്ലസ് ആണ്, അഡീഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ബോഡ്മാസ് റൂൾ പ്രകാരം അല്ലെ, ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് ഡിവിഷനും അതുപോലെ തന്നെ അഡീഷനുമാണ് അല്ലെ. ഡിവിഷനും അതുപോലെ തന്നെ പ്ലസും ആണ്. അപ്പൊ നമുക്കറിയാം ഡിവിഷൻ കഴിഞ്ഞിട്ടേ ഇവിടെ എന്ത് വരുന്നുള്ളൂ? അഡീഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 8 എന്ന് പറയുന്ന നമ്പറിനെ ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ കൊടുക്കണം അല്ലെ. നോക്കുക, ഇവിടെ ഡിവിഷൻ ആണ് 8നെ പിടിച്ചു വലിക്കുന്നത് അല്ലെ. അപ്പോൾ 8 എന്ന് പറയുന്ന നമ്പറിനെ ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ കൊടുക്കണം. അത് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് ആയിരിക്കും നമ്മൾ ഈ പറയുന്ന അഡീഷനിലോട്ട് പിന്നീട് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്പറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഏത് ഓപ്പറേഷൻ ആണോ വരിക, അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണോ തരിക, അതില് ഏത് ഓപ്പറേഷൻ വേണം ആദ്യം ചെയ്യാനെന്ന് തീരുമാനിക്കുന്നതാണ് ഈ പറയുന്ന ബോഡ്മാസ് റൂൾ എന്ന് പറയുന്നത്. അതായത് ഒരറ്റത്ത് ഡിവിഷനും മറ്റേ അറ്റത്ത് പ്ലസും ആണെങ്കിൽ അത് രണ്ടും നമുക്ക് തനിയെ ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. ഒരു നമ്പറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈ പറയുന്ന ഓപ്പറേഷൻ വരുമ്പോഴാണ് ഈ പറയുന്ന പ്രയോറിറ്റി മാറ്റർ ആവുന്നത്, അല്ലെങ്കിൽ ഏത് ഓപ്പറേഷനാണ് ആ പറയുന്ന നമ്പറിനെ ആദ്യം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ബോഡ്മാസ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളിലോട്ട് പോകാം. എനിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതെല്ലാം NTPC 2025 ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലെ. നമ്മുടെ ആദ്യത്തെ ചോദ്യം എവിടെ? ഇതാ. അപ്പോൾ ഈ തരത്തിലാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, P സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. Q സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ ആണ്. R സ്റ്റാൻഡ്സ് ഫോർ മൈനസ് ആൻഡ് S സ്റ്റാൻഡ്സ് ഫോർ പ്ലസ്. ദെൻ വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരു കാരണവശാലും ആദ്യമേ ഈ ചോദ്യം കയറി വായിക്കരുത്. ബിക്കോസ് നമ്മളത് വായിച്ചത് നമുക്കത് ഓർമ്മ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വായിച്ച സമയം കളയണ്ട. നമ്മൾ ഈ വേണ്ട ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ മാത്രം എടുക്കുന്നു അല്ലെ. ഈ പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ എടുക്കുകയാണ്, ഇക്വേഷൻ എടുക്കുകയാണ്, അതില് ഈ കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആക്ച്വലി ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നമുക്കറിയാം ഓരോ സിമ്പലും എന്താണ് എന്ന്. ഈ സിമ്പൽ കാണുമ്പോൾ അത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ വളരെ ക്ലിയർ ആണ്.
37 ആദ്യം അല്ലെ. അപ്പൊ നമ്മൾ എഴുതി 37 അല്ലെ. എസ് എന്ന് പറഞ്ഞാൽ എസ് എന്താണ് നോക്കുക, അത് പ്ലസ് ആണ്. പ്ലസ് ഇനി നമുക്ക് ബ്രാക്കറ്റിനകത്ത് എന്താ 28 ക്യൂ ആണല്ലേ. അപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നോക്കുക ക്യൂ എന്താ, ക്യൂ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. അപ്പൊ 28 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഡയറക്റ്റ് 4 എനിക്ക് കിട്ടി. ഇനി പി എന്താ, പി എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അപ്പോ ഇൻറ്റു 5 എന്ന് കിട്ടി. 6 എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പൊ -4 എന്ന് കിട്ടി. വീണ്ടും പി ആണ്, പി എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അപ്പോൾ ഇൻറ്റു 6 എന്ന് കിട്ടി. അടുത്തത് നമുക്ക് എസ് ആണ്, എസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, +21 കിട്ടി. ഇനി നമുക്കറിയാം ഡിവിഷൻ നമ്മൾ ആദ്യം ചെയ്യണം അല്ലെ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ടാണ് അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ വരിക. അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആണ്. 4 × 5 നമ്മൾ എന്തായാലും ചെയ്യണം, 4 × 6 നമ്മൾ എന്തായാലും ചെയ്യണം. വേണമെങ്കിൽ 37 21 ഇപ്പൊ തന്നെ കൂട്ടിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് രണ്ട് അറ്റത്തുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ എന്തായാലും നോക്കാം. 37 + 4 × 5 20 -4 × 6 24 + 21 അല്ലെ. നമുക്ക് 20 -24 ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്തൂടെ. അപ്പൊ നമുക്ക് -4 കിട്ടി. ഈ -4 37 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 33 വരും. 33 21 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരിക, 54 ആണ് വരിക. ഓപ്ഷൻ 3 54 is the right answer here. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ സൗകര്യത്തിനാണ് കൂട്ടുന്നതും കുറയ്ക്കേണ്ടതും അല്ലെ. നമുക്ക് ഏതൊക്കെ നമ്പറുകൾ കൂട്ടുമ്പോഴാണോ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള നമ്പറുകളെ നമ്മൾ പിക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ കറക്റ്റ് അവർ തരുന്ന നമ്പറിന്റെ ഓർഡറിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യം 37 + 20 ചെയ്തു, പിന്നീട് നമ്മൾ -24 ചെയ്യുന്നു, പിന്നെ 21 കൂട്ടുന്നു, അങ്ങനെയല്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 20 -21 അടുത്താണ്, അത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്താൽ -4 വരും. ആ -4 37 നമുക്ക് അല്ലെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ 33 പ്ലസ് പിന്നെ 21 ഇവിടെ ഉണ്ട്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 54 എന്ന് കിട്ടി അല്ലെ. സോ ആൻസർ ഈസ് 54. ഓപ്ഷൻ 3 54 ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഓരോ ഈ പറയുന്ന ലെറ്റേഴ്സും എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 29 എസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് ആണ്. സോ പ്ലസ് അത് എന്താ 9 ആണ്. പി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -13 ആണ്. പി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4 ആണ്. എസ് എന്ന് പറഞ്ഞാൽ +55 ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. 29 അല്ലെ, 9 × 3 27 ആണ്. 13 × 4 എത്രയാണ്, 52 ആണ് അല്ലെ. 52 + 55. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആണ്. ഈ പറയുന്ന 52 55 ക്യാൻസൽ ചെയ്യാം, കാരണം ഒന്ന് -52 മറ്റേത് +55 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടി അല്ലെ. ഇവിടെ നോക്കുക, 27 3 30 29 എന്താണ് കിട്ടുക, 59 ആണ് ആൻസർ വരിക. ഓപ്ഷൻ 2 59 is the right answer here അല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഏത് ഓപ്പറേഷൻ ആദ്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന ബോർഡ് മാസ് റൂൾ പ്രകാരം അറിയാം. അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേ വേണ്ടു അല്ലെ, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അഗൈൻ നോക്കുക, എസ് എന്ന് പറയുന്നത് എന്താ, എസ് സ്റ്റാൻഡ്സ് ഫോർ പ്ലസ് ആണ് അല്ലെ. അപ്പൊ 11 + 7 നമുക്ക് അപ്പൊ തന്നെ ചെയ്തൂടെ. 11 + 7 നമുക്ക് എന്ത് കിട്ടി, 18 കിട്ടി. ഇനി പി സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു ആണ്. ഇൻറ്റു 3 വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ 54 എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു 3 ആയി. ഇനി ആർ എന്ന് പറയുന്നത് -41, എസ് എന്ന് പറയുന്നത് +8, പി എന്ന് പറയുന്നത് ഇൻറ്റു 12, ആർ എന്ന് പറയുന്നത് -54 അല്ലെ. അപ്പോൾ എഗൈൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 18 × 3 നമുക്ക് 54 -41 + 8 × 12 80 16 96 അല്ലെ. 96 -54 വളരെ ക്ലിയർ ആണ്. നമുക്ക് വളരെ ക്ലിയർ ആണ്. ഈ പറയുന്ന -54 +54 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി 96 - 41 ആണ്. 96 - 41 അല്ലെ. നമ്മൾ എന്ത് ചെയ്താൽ മതി, 41 ഒരു 9 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും, 50 വരും. അപ്പൊ ഇവിടെ ഒരു 9 വരും. പിന്നീട് എന്താ, 50 കഴിഞ്ഞാൽ അവിടെ 40. അപ്പൊ 46 9 എന്താണ് വരിക, നമുക്ക് 55 അല്ലെ. 46 അപ്പൊ ഒരു 9 9 4 കൊടുത്താൽ അതിനോട് 50 ആവും. സോ 5 ബാലൻസ് വരും. സോ 55 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 is the റൈറ്റ് ആൻസർ ഇൻ ദിസ് കേസ് അല്ലെ. സോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ധാരാളം പേര് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന എക്സാമുകൾക്കും ഈ തരത്തിലായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ എന്തായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. അടുത്ത നോക്കാം. അഗൈൻ ആർ എന്ന് പറയുന്നത് എന്താ, ആർ എന്ന് പറയുന്നത് മൈനസ് ആണ്. സോ 110 - 32 ഇപ്പൊ തന്നെ ചെയ്തൂടെ. എന്താണ് വരിക, 78 അല്ലെ. അപ്പൊ നമുക്കത് അവിടെ തന്നെ എഴുതാം, 78. ഇനി എന്താ, ക്യൂ സ്റ്റാൻഡ്സ് ഡിവിഷൻ ആണ്. അപ്പോൾ 78 ഡിവൈഡഡ് ബൈ 2. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ +9. പി എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അപ്പോൾ ഇൻറ്റു 4
അല്ലെ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ? ആർ സ്റ്റാൻഡ്സ് ഫോർ മൈനസ്. മൈനസ് 21 മൈനസ് 21. അപ്പൊ 78/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 39 അല്ലെ. സോ 39 പ്ലസ് 9 × 4 36 മൈനസ് 21 വരിക അല്ലെ. ആണോ അല്ലയോ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? 78/2 എസ് പ്ലസ് 9 പിന്നെ × 4 മൈനസ് 21. സോ ഇവിടെ ആൻസർ എന്താണ് വരിക? വളരെ ക്ലിയർ അല്ലേ? 36 21 എന്ത് വരും? 39 പ്ലസ് 15 40 14 54. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. 54 ഇസ് ദ റൈറ്റ്. സി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അടുത്ത നോക്കുക. സി ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ എല്ലാം ഒരൊറ്റ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ മാത്രം നമ്മൾ സോൾവ് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ നമുക്ക് 4 തന്നിട്ടുണ്ട്. അപ്പൊ ചോദ്യം ഒന്ന് നോക്കാം. ഇഫ് P stands for division, Q stands for what? Multiplication, R stands for plus and S stands for minus, then the resultant of the which of the following would be 50 എന്നാണ് ചോദ്യം. അതായത് നമുക്ക് ഓരോ എക്സ്പ്രഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലെ ഏതാണ് 50 ആവുക എന്നാണ് ചോദ്യം അല്ലെ. ഏതാണ് 50 ആവുക എന്നാണ് ചോദ്യം. അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് വരിക. ആൻഡ് ഓഫ് കോഴ്സ് റൈറ്റ് സൈഡിൽ വരുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആളാരാ? നമ്മുടെ 50 ആണ്. അപ്പൊ 50 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഒരു ഹോൾ നമ്പർ ആണ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവനായിട്ടുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ അല്ല, ഡെസിമൽ പോയിന്റ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എക്സ്പ്രഷനുകളിലും എന്തുണ്ടാവാൻ പാടില്ല? ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഡെസിമൽ പോയിന്റ് ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ ഡെസിമൽ വരിക. പ്രോപ്പർ ആയിട്ട് ഡിവിഷൻ നടന്നില്ലെങ്കിലല്ലേ നമുക്ക് പോയിന്റ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് അറിയാം? ആദ്യം ഡിവിഷൻ ആണ്. അപ്പൊ ഇവിടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇതാ P സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. അപ്പൊ P ആണ് ഇവിടെ നമ്മൾ ഡിവിഷൻ ആയിട്ട് കാണുന്നത്. അതുപോലെ Q ആണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ പറയാണ് 10/2 ഇവിടെ ഡിവിഷൻ പോസിബിൾ ആണ്. നമുക്ക് 5 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഡിവിഷൻ ഇവിടെ പോസിബിൾ ആണ്. ചില സമയത്ത് 10/3 ഇതിന്റെ ഡിവിഷൻ പോസിബിൾ അല്ല, ഡെസിമൽ പോയിന്റ് വരും. പക്ഷെ തൊട്ടടുത്തൊരു 6 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഈ 3 എനിക്ക് ഈസി ആയിട്ട് 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാനും പറ്റും. 30 എന്ന് പറയുമ്പോൾ പോയിന്റ് ഇല്ലാതെ കിട്ടുകയും ചെയ്യും. അപ്പൊ ഡെസിമൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഡിവിഷൻ ആണെങ്കിൽ അത് കളയാൻ ആർക്ക് പറ്റും? മൾട്ടിപ്ലിക്കേഷന് പറ്റും. അപ്പൊ നമ്മൾ നോക്കണം ഡിവിഷൻ പോസിബിൾ ആണോ. അപ്പൊ ആദ്യം ഡിവിഷൻ സിമ്പിൾ എന്താണ് നോക്കുക. അത് അവിടെ നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. നടക്കുകയാണെങ്കിൽ ഓക്കെ, അത് ആൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ വാല്യൂസ് ഒക്കെ കമ്പയർ ചെയ്യാം. എത്രയാണ് നമുക്ക്? 50 വേണ്ടത്. ഇവിടെ ഒരു 150 ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ആൻസർ ആവില്ല. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ഡിവിഷൻ നടക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ നോക്കണം, ഓക്കെ ഡയറക്റ്റ് ആയിട്ട് അവിടെ ഡിവിഷൻ നടക്കുന്നില്ല, പക്ഷെ തൊട്ടടുത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ആ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റണം. കാരണം ഇവിടെ 10/3 × 6 ആയപ്പോഴാണ് ഡെസിമൽ പോയത്. അതേസമയം 10/3 × 7 ആണെങ്കിലോ ഡെസിമൽ പോയിന്റ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഡിവിഷൻ നടന്നില്ലെങ്കിൽ തൊട്ടടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവണം. വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഇത് ക്യാൻസൽ ആവുന്ന, അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ ഇത് ക്യാൻസൽ ആവുന്ന രീതിയിലായിരിക്കണം അവിടെ ഉണ്ടാവുന്ന നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യത്തിലോട്ട് പോവാം. ഈ ചോദ്യത്തിലോട്ട് പോകുമ്പോൾ ആദ്യം P എന്ന് പറയുന്നവരുടെ ഡിവിഷൻ പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. P എന്ന് പറയുന്നവിടെ ഡിവിഷൻ പോസിബിൾ ആണ്. നോക്കുക, 28/12 പോസിബിൾ അല്ല അല്ലെ. 28-12 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിന്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. തീർന്നില്ല. തൊട്ടടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായാൽ കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാവുമ്പോഴും ഇതിന്റെ ഇമ്പാക്ട് കളയുമാണ്. തൊട്ടടുത്ത് നമുക്ക് Q മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷെ അത് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ 4 × 28/12 ആണ്. അപ്പൊ 12 എന്തായാലും 4 പോയാലും 3 അവിടെ തന്നെ നിൽക്കല്ലേ. അതായത് ഡെസിമൽ പോയിന്റ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഓപ്ഷൻ 1 നമ്മുടെ ആൻസർ ആവുന്നില്ല. ഇനി ഓപ്ഷൻ 2 വരുമ്പോ P എന്ന് പറയുന്നത് 24/4 അല്ലെ, പോസിബിൾ ആണ്. 6 എന്ന് വരും. പിന്നീട് 28, ഏകദേശം 50 വരാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു. കാരണം മൾട്ടിപ്ലിക്കേഷൻ Q ആണ്. 12 × 6 72 വരും. 72 ഈ പറയുന്ന പോലെ 6, 28 അഗൈൻ ക്ലോസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. എന്തായാലും ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 24 ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാണ്. ഓക്കെ, 24/4 എന്ന് പറയുമ്പോൾ 6 കിട്ടി. ഇനി S സ്റ്റാൻഡ്സ് ഫോർ മൈനസ് ആണ്. സോ -28. R സ്റ്റാൻഡ്സ് ഫോർ പ്ലസ് ആണ്. പ്ലസ് 12 അല്ലെ. അത് കഴിഞ്ഞാൽ
ക്യൂ സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു ആണ്. സോ 12 ഇൻറ്റു 6 ഞാൻ ഡയറക്റ്റ് ആയിട്ട് 72 എഴുതി. അപ്പോൾ 72 മാറും 78, അതിൽ നിന്ന് 28 പോയി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, 50 കൃത്യമായിട്ട് വന്നു. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ് ഇവിടെ ശരി ഉത്തരം വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോകാം. അപ്പൊ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അഗൈൻ നോക്കാം ഓരോ സിമ്പലും. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് 38 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഡിവിഷൻ പോസിബിൾ ആവണം, റൈറ്റ്? ഓക്കെ, അപ്പൊ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പി ആണ്. പി എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. ഇവിടെ വീണ്ടും ക്യൂ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്, അല്ലെ? ക്യൂ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ എടുത്തു, ആദ്യത്തെ ഓപ്ഷൻ എടുത്തു 16/4 പോസിബിൾ ആണ്, 4 പോസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിവിഷൻ പോസിബിൾ ആണ്. അടുത്ത ക്യൂ നോക്കുക. ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റു 30 ഇൻറ്റു 4 വരും, അല്ലെ? 30 ഇൻറ്റു 4 120. 120നോടൊപ്പം ഈ 6 ബസ്സും എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലസും മൈനസും. അതായത് 120നോടൊപ്പം 32 കൂട്ടിയാലും, അല്ലെങ്കിൽ 6 എന്ന് പറയുന്നത് കൂട്ടല, അല്ലെ? 32 കൂട്ടിയിട്ട് ഈ പറയുന്ന 8 കുറയ്ക്കുമ്പോൾ എന്തായാലും 38 എത്താൻ പറ്റില്ല. ഒരിക്കലും അത് ആൻസർ അല്ല. ഡിവിഷൻ പോസിബിൾ ആണെങ്കിൽ നമ്മൾ വാല്യൂസ് കമ്പയർ ചെയ്യണം, അല്ലെ? ഏകദേശം ക്ലോസ് ആണെങ്കിൽ അത് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത കേസിലും അതേപോലെ തന്നെയാണ്. ഡിവിഷൻ പോസിബിൾ ആണ്, 4 വരും. പക്ഷെ വീണ്ടും 30 ഇൻറ്റു 4 120 വന്നു. ഇത് നോക്കുക, 32 എസ് മൈനസ് ആണ്. അതായത് 32 കുറച്ചിട്ട് ഈ പറയുന്നത് പോലെ 6 കൂട്ടിയാലും 38 നമ്മൾ എത്തുമോ? ഇല്ല, ഒരിക്കലും. ഇതും നമ്മുടെ ആൻസർ അല്ല. ഇനി മൂന്നാമത്തെ ഡിവിഷൻ പോസിബിൾ ആണോ? 32/8 4 വരും, അല്ലെ? ക്യൂ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 4 64, പിന്നെ ഒരു 30, ഏകദേശം, അല്ലെ? 38ഓട് അടുത്ത് വരുന്ന രീതിയിലാണ് നമ്പറുകൾ വരുന്നത്. നമുക്കറിയാലോ, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും ഈ പറയുന്ന മൂന്നാമത്തെ സാധനം വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഞാൻ ഡയറക്റ്റ് ചെയ്യാണ്. 32/8 4, എസ് സ്റ്റാൻഡ്സ് ഫോർ മൈനസ് 30, ആർ സ്റ്റാൻഡ്സ് ഫോർ പ്ലസ് 16, ക്യൂ സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു 4, അല്ലെ? അപ്പൊ 16 ഇൻറ്റു 4 64 ഡയറക്റ്റ് എഴുതാലോ, 64. അപ്പൊ നോക്കുക, 64 4 68 30 പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 38 ആണ് വരിക. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. സി എത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക, അല്ലെ? അത്രേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് പ്രാക്ടീസ് വരുമ്പോൾ ഈസി ആയിട്ട് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും സമയം കളയണ്ട, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആൻഡ് യെസ്, അപ്പൊ നോക്കുക, അഗൈൻ സെയിം കൈൻഡ് ഓഫ് ചോദ്യങ്ങളാണ്. കാരണം കഴിഞ്ഞ എക്സാമുകളുടെ എല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം, പി സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, ക്യൂ സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെ? അപ്പൊ നമ്മൾ നോക്കണം ഡിവിഷൻ പോസിബിൾ ആണോ. പി എവിടെ? ഓക്കെ, നമുക്ക് വേണ്ടത് 200 ആണ്. വാല്യൂ 200 ആണ് വേണ്ടത്. വളരെ ചെറുതാണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ 60, അല്ലെങ്കിൽ ഒരുപാട് വലുതല്ല 1000 ഒക്കെ വരികയാണെങ്കിൽ അപ്പോഴും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ 64/16 4 വന്നു. പിന്നെ ക്യൂ എന്ന് പറയുന്നത് 32 ഇൻറ്റു 8 ആണ്, അല്ലെ? 240 അടുത്ത ഒരു 60 ഉണ്ട്. സ്വാഭാവികമായിട്ടും 240 ഈ പറയുന്ന 4 60 ക്ലോസ് ടു 200 ഒക്കെ വരും. നമുക്ക് നോക്കാം എന്തായാലും, അല്ലെ? ഒന്നിൽ സാധ്യത കാണുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ലെറ്റ്സ് ട്രൈ ദാറ്റ് ഔട്ട്. ആൻഡ് നമുക്ക് എന്ത് കിട്ടും? 64/16 4 ആണ്. എസ് സ്റ്റാൻഡ്സ് ഫോർ മൈനസ് 60, ആർ സ്റ്റാൻഡ്സ് ഫോർ എന്താ? പ്ലസ് 32 ഇൻറ്റു 8. 32 ഇൻറ്റു 8 എത്രയാണ്, അല്ലെ? 30 ഇൻറ്റു 8 240 പ്ലസ് 16 256. 256 4 260 ആണ്. അതിൽ നിന്ന് 60 പോയി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 200 എന്ന് കിട്ടും. സോ കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ ഇൻ ദിസ് കേസ്, അല്ലെ? ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അഗൈൻ സെയിം കൈൻഡ് ഓഫ് ചോദ്യം തന്നെയാണ്. ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഓക്കെ, ആൻഡ് അഗൈൻ പി സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, ക്യൂ സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നോക്കാം, ഡിവിഷൻ എത്രയാണ്? ഓക്കെ, 182 ആണ് വാല്യൂ വരുന്നത്. അപ്പൊ ക്ലോസ് ടു 182 ഉത്തരം കിട്ടുന്നത് പോലെ ആയിരിക്കണം നമുക്ക് ആൻസർ വരുന്നത്, അല്ലെ? അപ്പൊ പി നോക്കി 96/16 പോസിബിൾ ആണ്, അല്ലെ? അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. പിന്നെന്താ? 48 ഇൻറ്റു 6 അഗെയിൻ എന്താ? 240 48 288 ഏകദേശം ക്ലോസ് ആയിട്ട് ഭയങ്കര എന്താ വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അവിടെ കാരണം അവര് 183 ആൻസർ ആവുന്ന രീതിയിൽ മിക്കപ്പോഴും അങ്ങനെ ഒരു ആൻസർ ഫ്രെയിം ചെയ്യാറില്ല. ഓക്കെ, വലിയ വ്യത്യാസം എന്തായാലും ഉണ്ടാവാം. അപ്പൊ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് അഗൈൻ അങ്ങനെ കൊടുക്കാറില്ല. കാരണം ഇത് ലോജിക്കൽ റീസണിങ് ആണ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന കോമൺ സെൻസ് എല്ലാം യൂസ് ചെയ്ത് എങ്ങനെ ആൻസറിലോട്ട് എത്താമെന്ന് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മളും ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. സോ 96/16 എന്ന് പറയുന്നത് 6 ആണ്. എസ് സ്റ്റാൻഡ്സ് ഫോർ മൈനസ് 112, ആർ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഓക്കെ, പ്ലസ് 48. ഓക്കെ, ഞാൻ ക്യൂ തന്നെ ചെയ്യാണ്. 48 ഇൻറ്റു 6 240, 48 288, അല്ലെ? അപ്പൊ എന്ത് വരും?
188 അല്ലെങ്കിൽ 112 6 പോയി കഴിഞ്ഞാൽ ഇവിടെ 106 മൈനസ് 106 പ്ലസ് 288 എന്ത് വന്നു? കറക്റ്റ് ആയിട്ട് 182 വരുന്നുണ്ട്. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ ഇൻ ദിസ് കേസ് അല്ലെ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് ഞങ്ങൾക്കറിയാനായിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഹോംവർക്ക് ഇൻ ദ സെൻസ് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് കമന്റിൽ അത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഈ സെഷൻ യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് അഗെയിൻ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ യൂസ്ഫുൾ ആയെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് പറയാം, ഇനിയിപ്പോൾ ആയില്ലെങ്കിൽ ആയില്ല എന്ന് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? വീഡിയോസ് ഫ്രെയിം ചെയ്യുക, ക്ലാസ്സുകൾ ഫ്രെയിം ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ നമുക്കറിയാം റെയിൽവേയിൽ കലണ്ടർ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. NTPC അതുപോലെ ഗ്രാജുവേറ്റ് ലെവലിൽ രണ്ടിന് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ ഇനി എക്സാമുകളുടെ കാലമാണ്. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് വളരെ അനായാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ NTPC സ്വപ്നം NTPC സ്വപ്നം പല ആൾക്കാർക്കും ഉണ്ടാവും. ട്രെയിൻ കാണുമ്പോൾ തന്നെ ഭയങ്കര രീതിയിലൊരു സന്തോഷം വരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്കറിയാം. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ പഠിക്കേണ്ട, അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ഗൈഡൻസോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്താനായിട്ടുള്ള നമ്മുടെ ബാച്ചാണ് RRB NTPC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ബാച്ചിന്റെ ഫീസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച് ബാക്കി കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ലൈവ് ക്ലാസ്സുകളിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. ബൈ ബൈ, താങ്ക് യു സോ മച്ച്.